ഗായ്സ്, അപ്പം ഹാപ്പി റിപ്പബ്ലിക് ഡേ. അതിനിപ്പോൾ റിപ്പബ്ലിക് ഡേ 2-3 ദിവസം ആയല്ലോ. അത് പിന്നെ ചില സാങ്കേതിക കാരണങ്ങളായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയല്ല, കുറച്ച് വൈകിപ്പോയി. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇതിപ്പോൾ രാവിലെ ആയിരുന്നു, രാവിലെ തന്നെ അങ്ങനെ ഡയാലിസിസ് യൂണിറ്റിലോട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ ഒരു റിപ്പബ്ലിക് ഡേ ദിവസം നടന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പുനലൂർ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേ അപർണ കൃഷ്ണനെ കണ്ടുമുട്ടി. വന്നപ്പോൾ തന്നെ ശല്യത്തെ കണ്ട് നമ്മൾ നേരെ പൂ തപ്പിയാണ് പോയത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഐശ്വര്യമാണോ അതോ അവളുടെ ഐശ്വര്യമാണോ അതോ ആരെങ്കിലും പ്രാപിതാണെന്ന് അറിയത്തില്ല. കട തുറന്നിട്ടില്ലായിരുന്നു. ഇതെന്താണ് പള്ളിപ്പെരുന്നാൾ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. എന്തുവായാലും നമ്മൾ ലൈറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്ന് നമുക്ക് സാരി കൊടുത്ത് പിന്നെ നടന്നത് ചരിത്രം. ஒரு நாள் பொம்பளை வேஷம் போட இவ்வளோ கஷ்டமா இருக்கு. இந்த பொம்பளைங்கெல்லாம் எப்படித்தான் டெய்லி பொம்பளை വേഷം போடுறாங்களോ. അന്നനട നടക്കാൻ പറഞ്ഞാൽ താറാനട നടക്കുന്ന ടീംസാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അമ്മുവിനെ ബസ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ തിന്ന് സൊറയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പോക്കങ്ങ് പോയി. പിന്നെ കോളേജിൽ നിന്ന് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധിയും പലരൊക്കെ വേഷമൊക്കെ കെട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ആരോ വിളിച്ച് ഞാൻ എന്തൊക്കെയോ കൊതിയെന്നോണേ പറഞ്ഞു കൊടുത്തിട്ട് നിൽക്കുകയായിരുന്നു. Dance Master Vikram. My biological name is Michael Elias Jackson Elias Vikram Elias. ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. അത്രയ്ക്ക് വലിയ എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പിള്ളേരൊക്കെ വാരിപ്പറക്കി നമ്മൾ നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയായിരുന്നു. എൻ്റെ ശകുനം കാരണമാണെന്ന് തോന്നുന്നു. ഞാൻ ഏത് ബസ് കയറിയാലും ഒട്ടുക്കത്തെ കുലുക്കുമായിരിക്കും. എന്തൊരു കഥയത്. അവിടെ ചെന്നപ്പോൾ ഈ സർബത്തി കസ്കസ് കിടക്കുന്നതൊക്കെ കണ്ടമാനം ആൾക്കാർ. ഇതാണ് കേട്ടോ നമ്മുടെ ഭാരതാംബ. അല്ല, അതെന്താണ് ആ ബാക്കിൽ? ഒരു കഥാപാത്രത്തോടെ കാണിച്ചു തരാവേ. എങ്ക ഇന്നും കാണുമേന്ന് പാത്ത വന്നിട്ടാരാ സാറ്? ഇതാണ് ഞാൻ പറഞ്ഞ കഥാപാത്രം. ഇതേതാണ് വേറെ കുറേ കഥാപാത്രങ്ങൾ. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല രീതിക്ക് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ 3 പേരുമായിട്ട് നല്ലൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച്. പക്ഷേ അതിങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡൽഹി നടന്ന ആർടി പരേഡ് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നേരം അഭിപ്രായം ചോദിക്കൽ സെക്ഷനായിരുന്നു. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ട്, ഇൻഡിപെൻഡൻസ് അല്ലല്ലോ റിപ്പബ്ലിക് ഒരു കയ്യബദ്ധം നാട്ടിക്കരുത് കഴിഞ്ഞിട്ട് കോളേജ് വിട്ടിട്ട് അത് അവിടുത്തെ ഭാരതം അല്ല രാജമാത പറഞ്ഞതാ. അപ്പോൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഗോപികവിയോട് അഭിപ്രായം ചോദിക്കാം. നല്ല അഭിപ്രായം എന്തോ പറയടി. അവൾ എന്നെ ഊക്കിയിട്ട സ്ഥിതിക്ക് ഇനി അടുത്തവളോട് ചോദിക്കുന്നത് മര്യാദ. അവളോട് ചോദിക്കാം, എന്താണ് അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. വളരെ മോശം അഭിപ്രായം. അപ്പോൾ ശരിയൊന്നും കഴിഞ്ഞില്ല. തിരിച്ചിറങ്ങുന്നപ്പോൾ നമ്മുടെ ഭാരതാമ്പ നമ്മളൊരു റൈഡ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. സമയത്തിന് തന്നെ എത്തി. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? കിളിയേ തത്ത കിളിയേ കൊഞ്ചി പറന്നെൻ കൂട്ടിലെത്തില്ലേ. കിളിയേ തത്ത കിളിയേ കൊഞ്ചി പറന്നെൻ കൂട്ടിലെത്തൂലേ. നിറയെ ചിന്നിച്ചിതറും കൊതിയ. അത്രയും കൊതിച്ചാൽ മതി. അങ്ങനെ ഞാൻ നേരെ ബസ്സിലൊക്കെ കയറി. ഇതെന്താണ് സൈഡിൽ മുരിങ്ങാങ്കോല് നട്ടു വെച്ചേക്കുന്നത്? എൻ്റെ മുടി അതേപോലെയാണ് എന്നോട് പെരുമാറിയത്. ബ്ലഡി ഫുൾ ഇഡിയറ്റ്. അങ്ങനെ ഞാൻ എന്തായാലും നേരെ വീട്ടിൽ വന്നിട്ട് ഇതിപ്പോൾ എത്ര നേരെയായി? കുളിച്ചില്ല. ഫ്രഷായിട്ട് നേരെ ഏതാണ്ട് കുളിച്ചില്ല, ഒരുങ്ങി. അതേ കണക്ക് ഇവളെ വിളിച്ചുകൊണ്ട് നേരെ ഡാൻസ് സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ പ്രാന്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പന്നലിന് നാക്കെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൂർവികരെ വരെ പ്രാവ് കിട്ടേനെ. അത് എന്തോ നമ്മുടെ ഭാഗ്യം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. ഞാൻ പോകുന്നു. ബൈ ബൈ.